പൗഡറും അതേപോലെ കൺമഷിയൊക്കെ യൂസ് ചെയ്യുന്ന പേരൻസ് ആണോ നിങ്ങൾ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മറക്കാതെ കാണണം കേട്ടോ. നമ്മളോട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും, കുട്ടികൾക്ക് കണ്ണ് എഴുതിയാൽ മാത്രമേ കണ്ണ് വലുതാവുള്ളൂ, പിരിക എഴുതിയാൽ മാത്രമേ പിരികം വൃത്തിയാവുള്ളൂ, ഇനി കുട്ടികളുടെ സ്കിന്നിന് പൗഡർ വളരെ നല്ലതായിട്ടുള്ള കാര്യമാണ്, ഇതെല്ലാം ചെയ്താൽ മാത്രമേ കുട്ടിയെ കണ്ണ് തട്ടാതിരിക്കുള്ളൂ എന്നൊക്കെ. ഇതൊക്കെ വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ് കേട്ടോ. കുട്ടിയുടെ കണ്ണും അതേപോലെ പിരികവും തീർത്തും ജനിതകപരമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഇത് രണ്ടും എഴുതി കൊടുത്തു എന്നും പറഞ്ഞിട്ട് അതിനൊരു വ്യത്യാസം വരാൻ പോകുന്നില്ല. ഇനി എന്തുകൊണ്ട് നമ്മൾ കൺമഷി യൂസ് ചെയ്യാൻ പാടില്ല? പുറത്തു നിന്ന് നമ്മൾ കൺമഷി വാങ്ങിക്കുമ്പോൾ അതിൽ ലെഡ് കണ്ടന്റ് വളരെ കൂടുതലാണ്. ഇനിയിപ്പോൾ അത് ഹോം മെയ്ഡ് ആണെങ്കിലോ അതിൽ കാർബൺ കണ്ടന്റും കൂടുതലാണ്. ഇത് രണ്ടും കുട്ടികളുടെ ശരീരത്തേക്ക് എത്താൻ പാടില്ലാത്ത കാര്യമാണ്. അടുത്തത് നമ്മൾ പൗഡർ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? പൗഡർ കുട്ടികളോ അത് ശ്വസിച്ച് നേരെ അവരുടെ ലങ്സിലോട്ട് എത്താൻ ചെയ്യുക. അത് ഒന്നില്ലെങ്കിൽ അലർജിക്കോ അല്ലെങ്കിൽ ആസ്മയ്ക്കോ കാരണമാവാം. നിങ്ങളുടെ ചുറ്റുപാടും ആരെങ്കിലും ഇങ്ങനത്തെ പൗഡറോ അല്ലെങ്കിൽ കൺമഷിയോ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ദയവേത് ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതേപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിലോ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഞാൻ താഴെ മെൻഷൻ ചെയ്യാം, അതിലേക്ക് മെസ്സേജ് അയക്കുകയും ചെയ്യാം കേട്ടോ.